എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യം: 1980 വരെ സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ എന്തിനായിരുന്നു മുൻഗണന? പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ സഹകരണം? സാങ്കേതിക വിദ്യ വളർന്നു വന്ന ആദ്യകാലത്ത് കുറവായിരുന്നത് എന്തായിരുന്നു? വ്യാപാര താൽപ്പര്യങ്ങൾ. ഏതു വർഷമാണ് സ്ക്രൈബ് എന്ന സോഫ്റ്റ്വെയർ പുതിയ മാറ്റത്തിന് തുടക്കമിട്ടത്? 1979. സ്ക്രൈബ് എന്നത് എന്ത് തരം സോഫ്റ്റ്വെയർ ആയിരുന്നു? വേർഡ് പ്രോസസ്സിംഗ്. സ്ക്രൈബ് സോഫ്റ്റ്വെയറിന്റെ പ്രോഗ്രാമിൽ ഒളിപ്പിച്ചു വെച്ചത് എന്താണ്? രഹസ്യ കോഡ്. സിസ്റ്റത്തിൽ നിന്ന് പകർത്തിയെടുത്താൽ സ്ക്രൈബ് സോഫ്റ്റ്വെയർ എത്ര ദിവസം പ്രവർത്തിക്കും? 90 ദിവസം. 90 ദിവസത്തിന് ശേഷം സോഫ്റ്റ്വെയർ പ്രവർത്തനരഹിതമാക്കുന്ന കോഡുകൾ പിൽക്കാലത്ത് എങ്ങനെ അറിയപ്പെട്ടു? ടൈം ബോംബ്. സോഫ്റ്റ്വെയർ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ നിർമ്മാണ കമ്പനിക്ക് എന്ത് നൽകണമായിരുന്നു? പണം. സോഫ്റ്റ്വെയർ നിർമ്മാണ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവം ഏതായിരുന്നു? സ്ക്രൈബ് സംഭവം. സ്ക്രൈബ് സംഭവത്തോട് പ്രതികരിച്ച പ്രശസ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആര്? റിച്ചാർഡ് സ്റ്റാൾമാൻ. കാലം മാറിയപ്പോൾ വ്യാപാരം എങ്ങോട്ടാണ് നീങ്ങിയത്? കുത്തകവൽക്കരണത്തിലേക്ക്. സോഴ്സ് കോഡ് നൽകാത്ത സോഫ്റ്റ്വെയർ ഏത്? കുത്തകാവകാശ സോഫ്റ്റ്വെയർ.